എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒക്ലോഹോമ സിറ്റിയിലെ തന്നെ ഒരു സൂവിലേക്ക് പോകുന്ന കാഴ്ചകളാണ്. ഒക്ലോഹോമ സിറ്റിയിൽ നമ്മൾ വന്നിട്ട് 9 വർഷമായെങ്കിലും ഈ ഒരു സൂവിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒക്ലോഹോമ സിറ്റിയിലെ സൂവിലേക്ക് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് ആണ് ഈ സൂവിലേക്കുള്ള ദൂരം. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഇൻറ്റഗ്രീസ് ബാപ്റ്റിസ്റ്റ് മെഡിക്കൽ സെൻറ്റർ. ഒത്തിരി മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. I-44 അല്ലെങ്കിൽ ഇന്റർസ്റ്റേറ്റ് 44 മാർട്ടിൻ ലൂതർ കിങ് അവന്യൂ ആണ് നമുക്ക് എടുക്കേണ്ട എക്സിറ്റ്. അങ്ങനെ നമ്മൾ സൂവിന്റെ പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും കിങ്ങിണി അത്യാവശ്യം നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ ശില്പയും ജോയിൻ ചെയ്യുന്നുണ്ട്. അവള് ജോലി കഴിഞ്ഞ് അവിടുന്ന് നേരെ ഇങ്ങോട്ടായിരുന്നു പോകുന്നത്. ഉറക്കത്തിലായിരുന്ന കിങ്ങിണിയെ എണീപ്പിക്കാൻ വേണ്ടി ശില്പ ആവുന്ന പണിയൊക്കെ നോക്കി. എന്നിട്ടും കിങ്ങിണിക്ക് ഒരു അനക്കവും കണ്ടില്ല. ചെറിയ കാറ്റുണ്ടെങ്കിലും വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല വെതറായിരുന്നു. ഇതാണ് സൂവിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ഇവിടുത്തെ ടിക്കറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺസിനും ചിൽഡ്രൻസിനും $17, അഡൽട്ട്സിന് $20 എന്ന നിരക്കിലാണ്. ഏകദേശം സൂവിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേക്കും കിങ്ങിണി ഉണർന്നായിരുന്നു. പിന്നെ ആള് നല്ല ഫോമായി. മൊത്തം 130 ഏക്കറിലായിട്ടാണ് ഒക്ലോഹോമ സിറ്റിയിലെ ഈ സൂ സ്ഥിതി ചെയ്യുന്നത്. നടന്നു പോകാൻ വയ്യാത്തവർക്കായിട്ട് ഇലക്ട്രിക് കാർട്ടുകളും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ അകത്തേക്ക് കുറച്ചു ദൂരം നടന്നപ്പോഴാണ് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഈ ആനയുടെ പ്രതിമ കാണാൻ സാധിച്ചത്. കിങ്ങിണിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിന്റെ പുറത്തും കയറി. നേരത്തെ നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് കാർട്ടും ഇതുവഴി വരുന്നുണ്ടായിരുന്നു. ഇത് മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഇറങ്ങി കാണാനുള്ള അവസരവും അവർ കൊടുക്കുന്നുണ്ട്. മുന്നോട്ട് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓസ്ട്രിച്ചിനെയാണ്, ഒട്ടകപ്പക്ഷി. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ജിറാഫിനെ കാണാൻ വേണ്ടിയാണ്. നമ്മൾ ഈവനിങ് ടൈമിൽ ഇറങ്ങിയോണ്ട് തന്നെ നമ്മളെത്തിയപ്പോഴത്തേക്ക് ഇതിന് ഫീഡ് ചെയ്യാനുള്ള ടൈമൊക്കെ കഴിഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജിറാഫിന് നല്ല നീളം ഉണ്ടായതുകൊണ്ട് അത് ഓടുമ്പം ക്യാമറയിൽ കൂടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് സ്ലോ മോഷനിൽ ഓടുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്.
അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിംഹങ്ങളെയാണ്. എല്ലാവരും അത്യാവശ്യം ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു. ഡോറ കുറുനരിയെ കാണുന്നുണ്ടോ എന്ന് പറയുന്ന പോലെ തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ നെറ്റിനകത്തൂടെ ഒരു കുറുനരിയെ നമുക്ക് കാണാം. വെളിയിലുണ്ടായിരുന്ന സിംഹവും ജിറാഫും ഒക്കെ വൈകിട്ടത്തേക്കുള്ള ഫുഡ് നേരത്തെ കഴിച്ചായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്കും മൂങ്ങയ്ക്കൊക്കെ ഉള്ള ഫുഡ് കിട്ടി തുടങ്ങിയതേ ഉള്ളായിരുന്നെന്നാ തോന്നുന്നത്. വെളിയിലിറങ്ങി നടക്കാൻ വിട്ടപ്പോഴത്തേക്കും കിങ്ങിണി സ്വർഗം കിട്ടിയ അവസ്ഥയിൽ നല്ല ഓട്ടത്തിലായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബൈസണെയാണ്. ബൈസൺ അങ്ങനെ ഓടി വന്ന കിങ്ങിണി വെള്ളച്ചാട്ടം കണ്ടപ്പോഴത്തേക്കും അവിടെ നിന്നു. എല്ലാരെയും പോലെ വെള്ളത്തിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ് കിങ്ങിണിക്ക്. ഈ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ചധികം മീനുകളെയും കുറേയധികം പാമ്പുകളെയാണ്. പരുന്തുകളെയൊക്കെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് തുറന്നു വിട്ടേക്കുകയാണ്. അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി ചിറകിന്റെ ഒരറ്റം കട്ട് ചെയ്തിട്ടുമുണ്ട്.
കിങ്ങിണി അധികം ഒന്നും കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് ഈ അണ്ണാന്. അതിനെ കണ്ടതും അതിന്റെ പുറകെ അതിനെ പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു കിങ്ങിണി. ഈ സൂവില് ആനകളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മൾ വന്ന ടൈമിൽ അതിനെ കുളിപ്പിക്കാനോ അതിന്റെ കൂട് ക്ലീൻ ആക്കുന്ന പരിപാടികളൊക്കെ ആയതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടില്ലായിരുന്നു. ഓരോരോ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത വൈൽഡ് ലൈഫ് പിക്ചേഴ്സ് കൂടെ അവർ സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് ഓക്കേസിലെ ഈ സൂവിന്റെ ഒരു മിനിയേച്ചറാണ്. ഈ ഒരു പിങ്ക് കളറിൽ കാണുന്ന ഈ പക്ഷികൾ അമേരിക്കൻ ഫ്ലമിംഗോ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ വന്ന ടൈമിൽ ഇതിനെയൊക്കെ കൂട്ടിലേക്ക് കയറ്റുന്ന ഒരു ടൈമായിരുന്നു. കതക് തുറന്നതും അതുങ്ങളെല്ലാം വരി വരിയായിട്ട് കൂട്ടിലേക്ക് കയറി. ഇവിടെ വന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം തത്തമ്മയായിരുന്നു. കിങ്ങിണി ഏറ്റവും എൻജോയ് ചെയ്തതും ഈ തത്തമ്മയുടെ മുന്നിലായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ട്രക്കിംഗ് വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.